ബ്രേക്ക് ദ ചെയിൻ. 1,42,000 രൂപയ്ക്ക് ഒരു സിനിമ നിർമ്മിച്ച് പുറത്തിറക്കുക ഇത് അസാധ്യമായ ഒരു കാര്യമാണ്. എന്നാൽ വിനോദ് മണാശ്ശേരി എന്ന സംവിധായകൻ തൻ്റെ സിനിമ അത് 1,42,000 രൂപയ്ക്ക് മുഴുമിപ്പിച്ചു. ഒരു താരമൂല്യമുള്ള ബിഗ് ബഡ്ജറ്റ് സിനിമയ്ക്ക് വേണ്ടി മിനറൽ വാട്ടർ വാങ്ങുന്ന പൈസ പോലും ആയില്ല എന്നതാണ് സത്യം. ഈ വർഷം 25 സിനിമകൾ തിയേറ്ററിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും 2-3 ചിത്രങ്ങളാണ് ഓടുന്നത്. മറ്റു ചിത്രങ്ങൾ വമ്പൻ പരാജയമായി മൂക്കുകുത്തുമ്പോൾ മുതൽ മുടക്ക് പോലും തിരിച്ചു കിട്ടാത്ത നിർമ്മാതാക്കൾ കടക്കണിയിൽ ആകുന്ന വാർത്ത നമ്മൾ എത്രയോ കേട്ടിട്ടുണ്ട്. സിനിമ ചെയ്ത് പൈസയും വാങ്ങി പോക്കറ്റിലാക്കി പോകുന്ന താരങ്ങൾ പിന്നീട് നിർമ്മാതാവിന് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുന്നില്ല. ആ ഒരു നിർമ്മാതാവിനെ സംരക്ഷിച്ച് നിലനിർത്താൻ പോലും മലയാള സിനിമയിലെ താരങ്ങൾ തയ്യാറാവുന്നില്ല. പിന്നെ എങ്ങനെ ഈ ഇൻഡസ്ട്രി മുന്നോട്ട് പോകും? ബഡ്ജറ്റ് കുറഞ്ഞ ചിത്രങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ മുഖ്യധാരയിൽ കൊണ്ടുവരികയും ചെയ്താൽ വിനോദ് മണാശ്ശേരി പോലെയുള്ള സംവിധായകർക്ക് ഈ ഇൻഡസ്ട്രിയിൽ മുന്നോട്ട് വരാൻ കഴിയുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കോവിഡ് മഹാമാരിയെ പ്രമേയമാക്കി ഒരു പറ്റം സുഹൃത്തുക്കളുടെ കൂട്ടായ്മയിൽ വിനോദ് മണാശ്ശേരി കഥയും തിരക്കഥയും സംവിധാനവും നിർമ്മാണവും ചെയ്ത ചിത്രമാണ് ബ്രേക്ക് ദ ചെയിൻ. 2018 പുറത്തിറങ്ങിയ ഒന്നാം സാക്ഷിയാണ് വിനോദിൻ്റെ ആദ്യ സിനിമ. ഗാനത്തിന് പ്രാധാന്യമുള്ള ഈ സിനിമ പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി എഴുതിയ ഗാനങ്ങൾക്ക് നിരവധി പ്രമുഖ ഗായകരാണ് പിന്നണിയിൽ പാടിയത്. 3 ഗാനങ്ങൾ വിനോദ് മണാശ്ശേരിയുടെ രചനയിലുള്ള ഗാനങ്ങളാണ്. കലാപ്രതിസന്ധിയിൽ കോവിഡ് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പൂർത്തീകരിച്ച 91 മിനിറ്റ് 29 സെക്കൻഡുള്ള ഈ സിനിമ മലയാളത്തിലെ ഏറ്റവും കുറഞ്ഞ നിർമ്മാണ ചെലവിലുള്ള ആദ്യ സിനിമയായിരിക്കും. കുടുംബശ്രീയിൽ നിന്നുള്ള 20 രൂപയുടെ ഭക്ഷണമായിരുന്നു ലൊക്കേഷനിൽ നൽകിയിരുന്നത്. സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും 10,000 രൂപ ഈ സിനിമ നൽകിയിട്ടുണ്ട്. ദൃശ്യഭംഗി ഒട്ടും ചോർന്നു പോകാതെ പങ്കൻ എടക്കളത്തൂരാണ് ചിത്രത്തിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത്. സംഗീതം സലാ വീരോളി, എഡിറ്റിംഗ് അഭിജിത്ത് പി, സംഘടനം അഷ്റഫ് ഗുരുക്കൾ, മേക്കപ്പ് പ്രബീഷ് വേങ്ങേരി, വസ്ത്രാലങ്കാരം ബിനോയ്, നൃത്ത സംവിധാനം വിഷ്ണു അഞ്ചിമ മനോജ്, കലാസംവിധാനം ഷാജു ഇടപ്പറ്റ, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് മണി മാമ്പറ്റ, പ്രൊഡക്ഷൻ ഡിസൈനർ KP വസന്തരാജ്, കോ പ്രൊഡ്യൂസേഴ്സ് സുനിൽ മാമ്പറ്റ, സുന്ദരൻ K, ജൈന ജോർജ്, അപ്പുണ്ണി നീലേശ്വരം, ബാബു കറുത്തപറമ്പ്, വാർത്താവിതരണം ദേവസിക്കുട്ടി. അഭിനയിച്ചവർ ജയരാജ് കോഴിക്കോട്, വിനോദ് കോഴിക്കോട്, വൈശാഖ്, ഇല്ലിക്കെട്ട് നമ്പൂതിരി, പുഷ്പ കൊടുവള്ളി, രത്നകല, റൂബിന രാജൻ, അഞ്ജന ഷിബു, സോനം മുനീർ, ജൈന ജോർജ്, ദേവിക സജീഷ്, റിതു നന്ദൻ എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. നമസ്കാരം. സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഫിലിം നൈറ്റിലേക്ക് സ്വാഗതം. ഞാൻ ദിലീഷ് ദേവസി. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു വെറൈറ്റി പേഴ്സണാലിറ്റീനെയാണ്. മലയാള സിനിമ കാണാത്ത മലയാളികളുണ്ടാവില്ല. പക്ഷേ മലയാള സിനിമ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ താരമൂല്യമുള്ള ബിഗ് ബഡ്ജറ്റ് സിനിമകളെക്കുറിച്ചാണ് ഓർക്കാറ്. അതാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഈ സംവിധായകൻ, അദ്ദേഹം ചെയ്തിട്ടുള്ള ആ സിനിമയ്ക്ക് മുതൽ മുടക്കിയത് വെറും 1,42,000 രൂപയാണ്. ഇത്രയും കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു സിനിമ ചെയ്യുക, അത് നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു സിനിമയായിരിക്കാം. ഈ ഒരു സിനിമയുടെ പ്രത്യേകത നമുക്ക് ആ സംവിധായകനോട് നേരിട്ട് തന്നെ ചോദിക്കാം. അദ്ദേഹം 2018 ഒന്നാം സാക്ഷി എന്ന ചിത്രത്തിന് ശേഷം കോവിഡ് മഹാമാരിയെ പ്രമേയമാക്കിയിട്ടുള്ള ഒരു കുടുംബ ചിത്രമാണ്. ആ സിനിമയുടെ പേരാണ് ബ്രേക്ക് ദ ചെയിൻ. സംവിധായകനോട് നമുക്ക് നേരിട്ട് വിശേഷങ്ങൾ ചോദിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ സംവിധായകൻ. പേര് വിനോദ് മണാശ്ശേരി. നമുക്കിനി ആമുഖങ്ങളൊന്നുമില്ലാതെ വിനോദേട്ടനോട് നേരിട്ട് ചോദിക്കാം. നമസ്കാരം വിനോദേട്ട, എന്തൊക്കെയാ വിശേഷം? സുഖമായിരിക്കും. പുതിയൊരു സിനിമയുടെ പദ്ധതികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, ആസൂത്രണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ കേട്ടറിവിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് 1,42,000 രൂപയ്ക്ക് ഒരു സിനിമ ചെയ്യുക, നമുക്ക് ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ അതൊരു സ്വപ്നം മാത്രമാണ്. അങ്ങനെ ഒരു സിനിമ എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിൽ രൂപം കൊണ്ടത്? ആ സിനിമ രൂപം കൊണ്ടതിലുപരി എങ്ങനെയാണ് ഈ സിനിമയിലേക്കുള്ള ഒരു വരവ്? അതൊന്ന് നമ്മുടെ പ്രേക്ഷകരോട് വിശദീകരിക്കണം. സിനിമയിലേക്ക് വരുന്നത് 20-25 വർഷം മുന്നേ ഇപ്പോഴത്തെ പ്രൊഡ്യൂസറായ ആൻഡോ ജോസഫ്, പ്രൊഡക്ഷൻ കൺട്രോളർ അഷ്റഫ് ഗുരുക്കൾ, രഞ്ജിത്താട്ടൻ ഇവരെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടാണ് സിനിമയിലെത്തുന്നത്. അവരുടെ നിസ്സീമമായ സഹകരണം കൊണ്ടാണ് സിനിമാ മേഖലയിലെ കാര്യങ്ങൾ മനസ്സിലാക്കി ഇന്നേക്ക് 14ഓളം ഷോർട്ട് ഫിലിമുകളും മുക്കത്തിൻ്റെ കഥ പറയുന്ന മുക്കം എന്ന
ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡോക്യുമെന്ററി 6.5 മണിക്കൂറുള്ള ഡോക്യുമെന്ററിയും ചെയ്തുകൊണ്ടാണ് സിനിമാ രംഗത്ത് വരുന്നത്. പിന്നെ കോഴിക്കോട് ശാന്താദേവി അഭിനയിച്ച നൃത്ത സംഗീത നാടകം പത്മസരോവരം അവസാനമായി ചെയ്ത നാടകമാണ്. അങ്ങനെ ഒന്നാം സാക്ഷി 2018 പുറത്തിറങ്ങിയ ഒന്നാം സാക്ഷിയാണ് ആദ്യത്തെ മലയാളം ഫീച്ചർ ഫിലിം. അത് എത്ര മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമയാണ്? അത് ഫീച്ചർ ഫിലിമാണ്. 2 മണിക്കൂറിലധികം ഉണ്ട്. അത് നമ്മുടെ ചന്ത, ശ്രീമാൻ ശ്രീമതി ഒക്കെ ചെയ്ത, ആലഞ്ചേരി തമ്പ്രാക്കൾ ചെയ്ത ഗോപി മണാശ്ശേരി അദ്ദേഹം നിർമ്മിച്ച സിനിമ. അദ്ദേഹം അവസാനമായി അദ്ദേഹം നമ്മൾ വിട്ടുപിരിഞ്ഞു പോയി. അവസാനമായി നിർമ്മിച്ച സിനിമയാണ് ഒന്നാം സാക്ഷി. അത് 2018 മെയ്യിലാണ് റിലീസ് ചെയ്യുന്നത്. ഈ 2018 ശേഷം പിന്നെ നമുക്കൊരു ബ്രേക്ക് ഡൗൺ വന്നു. അത് കോവിഡ് 2019. അപ്പൊ അതിനെ പ്രമേയമാക്കിയിട്ടുള്ള, അപ്പൊ നമ്മളെല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. സിനിമ എന്ന് പറയുന്ന നിങ്ങളുടെ സ്വപ്നം അവിടെ എങ്ങനെ ഇനി ഉണ്ടാകുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അല്ലെ? ആ ഒരു കഥ കൊണ്ടുവരുന്ന സമയത്ത് അത് സ്വന്തമായിട്ടുള്ള രചനയല്ലേ? അത് സ്വന്തമായിട്ടാണ്. കഥ, തിരക്കഥ, സംഭാഷണം സ്വന്തമായിട്ടാണ്. അത് വലിയൊരു ട്രാജഡിയിൽ നിന്നാണ് സിനിമ വരുന്നത്. ഞാനും എൻ്റെ സുഹൃത്തും കൂടി ചേർന്ന് കോവിഡ് പ്രമേയമാക്കിയ ഒരു സിനിമ, ഗൾഫിലുള്ള ലീവിന് വന്ന സുഹൃത്തായിരുന്നു. ആ സിനിമ കോവിഡ് പ്രമേയമായി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള ചില പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിന് വിട്ടുപിരിയേണ്ടതാണ് സിനിമയിൽ. കാരണം അദ്ദേഹത്തിന്റെ കഥയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. എന്തോ കാരണത്താൽ കഥ വീട്ടുകാർ അറിഞ്ഞ് അതാകെ അയാൾക്ക് പ്രയാസങ്ങളായി. അപ്പോൾ അയാൾ തന്നെ ഇതിന്ന് മാറേണ്ട ഒരു സിറ്റുവേഷൻ വന്നു, ഇതിന്റെ ക്ലൈമാക്സ് കാര്യങ്ങളൊക്കെ ആയപ്പോൾ. പിന്നെ ഞാൻ തന്നെ സ്വയം ഏറ്റെടുത്ത് എൻ്റെ സുഹൃത്തുക്കളെ കൂട്ടായ്മയിലാണ് ഈ സിനിമ ഞാൻ തീർക്കുന്നത്. 50 ലക്ഷമൊക്കെ ബഡ്ജറ്റിലായിരുന്നു ഈ സിനിമ തുടങ്ങാനൊക്കെ ആലോചിച്ചത്. പാട്ട് റെക്കോർഡിങ്ങും സ്ക്രിപ്റ്റ് വർക്കൊക്കെ കഴിഞ്ഞ് ഒരു പ്രൊജക്ട് തുടങ്ങുന്ന നേരത്ത് പിന്മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫീൽഡിൽ നിന്ന് ഔട്ടാകും. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളുടെ സ്ഥാനത്തോടു കൂടി ലൊക്കേഷനിലുള്ള ഭക്ഷണം അടക്കം, കുടുംബശ്രീയിൽ നിന്നുള്ള ഭക്ഷണവും പിന്നെ നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ സഹകരണവും, കൈതപ്പുറം അടക്കം നമ്മുടെ പാട്ടിന്റെ കാര്യത്തിലൊക്കെ സഹകരണം. അങ്ങനെയാണ് ഈ സിനിമ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ചെയ്യുകയും കോവിഡ് തന്നെ നമ്മളെ ഒരു സൈഡാക്കിയാ ചെയ്തത്. അങ്ങനെയാണ് നമ്മളിത് 1,42,000 ഫസ്റ്റ് കോപ്പി ആയത് ഈ സിനിമ. ഇത് നമ്മൾ തിയേറ്റർ റിലീസാണോ അതോ തിയേറ്ററിലേക്കും ചെയ്യാൻ രീതിയിൽ പടം സെൻസർ ചെയ്തു. ഫിലിം ചേംബർ അസോസിയേഷന്റെ മെമ്പർഷിപ്പ് ഒക്കെ എടുത്താണ് ഇതൊക്കെ ചെയ്ത എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആ ക്യൂബിലൊക്കെ കയറ്റ എല്ലാ സൗകര്യത്തിലാണ് ഇതിന്റെ എല്ലാ കണ്ടന്റും റെഡി ആക്കിയത്. പക്ഷെ തിയേറ്ററിൽ ചെയ്യുന്നതായിരുന്നു വെച്ചാൽ ഇതില് നമ്മൾ സാമ്പത്തികപരമായിട്ട് വലിയൊരു ഗുണം ഒന്നാം സാക്ഷിയിലടക്കം നമ്മൾക്ക് ഉണ്ടായില്ല. ഇപ്പൊ ചെറിയ സിനിമകളൊക്കെ ഉള്ള ഏറ്റവും വലിയ പ്രയാസം തന്നെയാണത്. അപ്പൊ നമ്മള് ആലോചിച്ച് ഒരു OTT പ്ലാറ്റ്ഫോം, ഞാനൊരു സുഹൃത്തും ചേർന്ന് സ്വന്തമായി ഒരു OTT പ്ലാറ്റ്ഫോം തന്നെ ഉണ്ടാക്കി. ഈ സിനിമയൊക്കെ ചിലപ്പോൾ അല്ല, അങ്ങനെ നമുക്ക് OTT സ്വന്തമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അതിന് സാമ്പത്തികമായിട്ട് എത്ര നമ്മൾ കോസ്റ്റ് വരും? അങ്ങനെയൊക്കെ ചെലവാണ്. 5-6 ലക്ഷം മുതൽ 10-20-25 ലക്ഷം വരെ വേണം നമുക്ക്. അങ്ങനെ രീതിയിലുള്ള ചെലവുകൾ വന്നിട്ടുണ്ട്. എൻ്റെ സുഹൃത്തിന്റെ സഹകരണം. നമ്മൾ ഇത് തുടങ്ങാൻ കാരണം ഈ OTT പ്ലാറ്റ്ഫോമിൽ തന്നെ പരസ്യക്കാര് ഇവര് 2.5-5 ലക്ഷം രൂപ പരസ്യം ചെയ്യാൻ നമ്മളോട് ആവശ്യപ്പെടുന്നു. അത് തന്നെ ഈ മേഖല വലിയൊരു ചീറ്റിംഗ് നടക്കുന്നുണ്ട്. നമ്മൾ അതിനൊക്കെ മറികടക്കാൻ സാധാ സിനിമാക്കാർക്ക്, സിനിമയെ സ്നേഹിക്കുന്നവർക്ക് ഒരു പ്ലാറ്റ്ഫോം നൽകി നമ്മളെ മനസ്സിൽ നിന്ന് വന്നാണ് ഈ OTT പ്ലാറ്റ്ഫോം. അങ്ങനെയാണ് യൂണിറ്റി സിനിമ .in എന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മൾ തന്നെ തുടങ്ങുന്നത്. കൂടെ പാർട്ട്നേഴ്സ് അല്ല, നമ്മുടെ ഇന്റർനാഷണൽ മലയാളി സമാജം സുഹൃത്തുക്കളോട് സഹകരിച്ചാണ് നമ്മൾ ഈ OTT പ്ലാറ്റ്ഫോം മുന്നോട്ട് പോകുന്നത്. ആദ്യത്തെ സിനിമ നമ്മുടെ ഈ സിനിമയിലെ ഇപ്പൊ പ്രധാനപ്പെട്ട, അതായത് പുതുമുഖങ്ങളാണ് എല്ലാവരും. പുതുമുഖങ്ങളാണ്. പിന്നെ ഇതിൽ പ്രത്യേകത വെച്ചാൽ കോഴിക്കോട് ജയരാജേട്ടൻ ഇപ്പൊ നായകനായിട്ട് അടക്കം വരുന്നൊരു മൂപ്പര് നായകനായിട്ടുള്ള പ്രണയമുള്ള ഒരു സിനിമ വരുന്നുണ്ട്. കോഴിക്കോട് പണ്ടത്തെ നമ്മുടെ സിനിമയിലെ വില്ലൻ കോഴിക്കോട് വിനോദേട്ടൻ, പിന്നെ ഇല്ലിക്കട്ട് നമ്പൂതിരി, പിന്നെ 2 നായകന്മാരും ഒരു നായകനും വെച്ച് ബാലതാരങ്ങള്, അങ്ങനെ എല്ലാ ഒരു കോഴിക്കോട് പശ്ചാത്തലവും പാട്ടുകൾ 4 പാട്ടുകളുണ്ട്. കൈതപ്പുറത്തിന്റെ മലയാള സിനിമയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാട്ട് 9 മിനിറ്റും 19 സെക്കൻഡുള്ള 3 പാട്ട് ഞാൻ 4 പാട്ടുകളാണ്. ഇതിലൊക്കെ ശരിക്കും പറയുന്ന ഒരു അവാർഡ് പ്രതീക്ഷിക്കാം. കാരണം ഏറ്റവും എന്താ പറയാ പ്രൊഡക്ഷൻ കുറഞ്ഞിട്ടുള്ള ഒരു സിനിമ, ഏറ്റവും ദൈർഘ്യം കൂടിയിട്ടുള്ള പാട്ട് അല്ലെ? ഇത്രയും കുറഞ്ഞ ബഡ്ജറ്റില് നമുക്ക് എനിക്ക് തോന്നുന്നത് വിനോദേട്ടന്റെ ഒരു സൗഹൃദ ബന്ധങ്ങളായിരിക്കാം ചിലപ്പോൾ ഈ ഒരു സിനിമയുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് അല്ലെ? അതെ അതെ, തീർച്ചയായിട്ടും. ആ സൗഹൃദം കോവിഡ് മഹാമാരി വന്നപ്പോ നമ്മളെ സുഹൃത്തുക്കൾ നമ്മളെ കൂടെ നിന്ന് നമ്മളെ കൈപിടിച്ച് ഉയർത്തിയെന്നാണ് ഇതിന്റെ
സത്യം. ഈ 1,42,000 സിനിമ തീർക്കണമെങ്കിൽ ആ കൂട്ടായ്മയുടെ ബലത്തിൽ തന്നെയാണ് ഈ സിനിമ തുറക്കുന്നത്. മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ, ഞാൻ ഈ സിനിമയുടെ പ്രമേയം എങ്ങനെയാണെന്ന് ചിലപ്പോൾ വിനോദേട്ടൻ പറഞ്ഞാൽ 2 ദിവസമോ അല്ലെങ്കിൽ 3 ദിവസമോ ഉള്ളൂ സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ചിലപ്പോൾ ഒരു പക്ഷേ അതൊരു സീക്രട്ട് ആയതുകൊണ്ട് ചിലപ്പോൾ വിനോദേട്ടൻ അതിന്റെ പ്രമേയത്തിനെ കുറിച്ച് പറയുന്നില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പറയുന്നില്ല, ഞാൻ നിങ്ങൾ സിനിമ കാണും OTT കാണും എന്നൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക. എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവില്ലേ, എന്തായിരിക്കും സബ്ജക്ട്? ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കോവിഡിനെ പശ്ചാത്തലമാക്കിയിട്ടുള്ള ഒരു പ്രമേയമാണ്. പിന്നെ ഈ സെന്റിമെന്റ്സ് ആണോ അതോ ഹ്യൂമർ ആണോ? സെന്റിമെന്റ്സ് ഹ്യൂമർ എന്നുള്ള ഒരു നിങ്ങൾ പറഞ്ഞ ഒരു സസ്പെൻസ് ആയി നിൽക്കാം. പക്ഷേ പിന്നെ കോവിഡ് മഹാമാരി നടക്കും നേരത്തെ മനസ്സിൽ വീണ ഒരു ചെറിയൊരു കണ്ടന്റ് എന്ന് വന്നൊരു സിനിമയാണ്. കാരണം അത് ഒരു ഗൾഫിൽ പോകുന്ന ഒരാൾക്ക് ഇവിടെ നിന്ന് പിന്നെ ഒരു സൗഹൃദത്തിന് വലയിൽ നിന്നും ഉള്ള ഒരു വ്യക്തിക്ക് പിന്നെ അദ്ദേഹം ഗൾഫിൽ പോയി അവിടുന്ന് പെട്ടെന്ന് ഇയാൾക്ക് കോവിഡ് ബാധിച്ച് വരുന്ന ഒരു സാഹചര്യവും ഇവിടെ ഉള്ള പിന്നെ നമ്മുടെ അന്നത്തെ ആ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളുകളെ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നതൊക്കെ വെച്ചുകൊണ്ടാണ് ഈ കഥ മുന്നേറുന്നതും. അത് നമ്മുടെ പാട്ടില് കൈതപ്പുറത്തിന്റെ പാട്ടിൽ തന്നെ നമ്മുടെ ഒരു മത സൗഹാർദ്ദത്തിന്റെ രീതിയിൽ വരുന്ന രീതിയിലുള്ളൊരു സംഭവങ്ങളൊക്കെ ആയിട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ഈ കൈതപ്പുറമായിട്ട് നമ്മൾ സമീപിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഇപ്പം ഈ കഴിഞ്ഞ ഇടയായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വിമർശനങ്ങളൊക്കെ പുള്ളി പല നടന്മാരും മറ്റുള്ള സംവിധായകരെയൊക്കെ കുറിച്ച് പറയാറുണ്ടായിരുന്നു. അപ്പൊ നമ്മളിപ്പം പറയാറുണ്ട്, കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകുമ്പം ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അതല്ലെങ്കിൽ അദ്ദേഹം ഭയങ്കര ഒരു എന്താ പറയാ ഒരു ജാഡ പേഴ്സണാലിറ്റിയാണ്. അങ്ങനെ ഒരു അനുഭവം വിനോദേട്ടന് ഉണ്ടായിരുന്നു? അതോ അത്രയും സൗഹൃദമായിരുന്നു കൈതപ്പുറമായിട്ടുള്ള ബന്ധം? കൈതപ്പുറമായിട്ട് വർഷങ്ങളായുള്ള പരിചയമാണ്. നമ്മളോട് പേഴ്സണലായിട്ട് അങ്ങനെ രീതിയിലുള്ളൊരു കാര്യങ്ങളൊന്നുമില്ല, സൗഹൃദം തന്നെയാണ്. അദ്ദേഹത്തിന്റെ മനസ്സ് പിന്നെ അദ്ദേഹം തന്നെ നമ്മളോട് പറയും, അയാള് ലക്ഷങ്ങൾ വാങ്ങിയിട്ട് പടം ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോ ലക്ഷങ്ങൾ വാങ്ങുന്നില്ല, അതിന് കുറഞ്ഞൊക്കെ നമ്മൾ അല്ലാത്ത രീതിയിൽ ചെയ്യട്ടെ എന്നുള്ള താല്പര്യത്തോടുകൂടി അദ്ദേഹം നമ്മളോട് വല്ലാതെ അടുപ്പം കാണിക്കുന്ന വ്യക്തിയാണ്. അപ്പോ പല അങ്ങോട്ട് നമ്മളെങ്ങനെ പിന്നെ നിൽക്കുന്നു അതിനനുസരിച്ച് അദ്ദേഹം ഇങ്ങോട്ടും എനിക്ക് തോന്നുന്നു പുള്ളി പറയാൻ കാരണം എന്താ വെച്ചാൽ നല്ല സിനിമകൾ, അതായത് ബിഗ് ബഡ്ജറ്റ് സിനിമകളല്ലാതെ നല്ല സിനിമകൾ, അതേപോലെ തന്നെ നല്ല പാട്ടുകൾ സിനിമകളിലേക്ക് വരട്ടെ എന്നുള്ള ചിന്താഗതി കൊണ്ടായിരിക്കാം അല്ലേ? അതെ അതെ, അദ്ദേഹം നമ്മളെ പാട്ട് തന്നെ 9 മിനിറ്റും പിന്നെ 19 സെക്കൻഡിലുള്ള പാട്ട് 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ആദ്യം മ്യൂസിക് ചെയ്ത് സലാമീരോട് ഞാൻ വീട്ടിലെത്തി 10 മിനിറ്റ് കൊണ്ടാണ് ഈ പാട്ട് പൂർത്തീകരിച്ചത്. അദ്ദേഹത്തിന് ഭയങ്കര ഒരു ആത്മവിശ്വാസമുള്ള ഒരു മ്യൂസിക്കും പിന്നെ കാര്യങ്ങളായിരുന്നു അതിലുണ്ടായിരുന്ന. സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ട് കൊണ്ടാണ് അദ്ദേഹം ഈ പ്രോജക്റ്റിന് തയ്യാറായത്. ഈ പുതുമുഖങ്ങളായിട്ടുള്ള ഒരു നിങ്ങളെ ഡയറക്ഷൻ സൈഡിൽ വരുമ്പോൾ ഒരു പുതുമുഖം വരുന്ന സമയത്ത് അല്ലെങ്കിൽ പുതുമുഖ താരങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സ്ട്രെയിൻ ഉണ്ടാവാറുണ്ട്. കാരണം നേരെ മറിച്ച് ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു സീനോ അല്ലെങ്കിൽ ആ ഒരു ഷോട്ട് ഇന്നതാണ് വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യും. ഡയലോഗ് വളരെ ഈസി ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന സമയത്ത്. പക്ഷെ നേരെ മറിച്ച് ഒരു പുതുമുഖ താരങ്ങൾ വരുന്ന സമയത്ത് അതിനകത്ത് കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു അനുഭവങ്ങൾ ഈ സിനിമയിലേക്ക് ഷെഡ്യൂൾ ടൈം എത്ര ദിവസം കൊണ്ട് തീർന്നു? എങ്ങനെയാണ്? 16 ദിവസം കൊണ്ടാണ് ഇത് ഷൂട്ടിംഗ് പൂർത്തീകരിച്ചത്. നമ്മൾ മുന്നേ ഈ പ്രതിസന്ധിയുടെ മുന്നേ നമ്മൾ ഉദ്ദേശിച്ചത് മലയാളത്തിലെ പിന്നെ ചില പ്രമുഖ നടന്മാരെയൊക്കെ വെച്ചിട്ടായിരുന്നു ഉദ്ദേശിച്ചത്, നടിമാരെയൊക്കെ ഉദ്ദേശിച്ച്. പിന്നെ കുറച്ചാളുകൾ നമ്മളെ കമ്മിറ്റ്മെന്റ് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ കോവിഡ് സമയത്തിന്റെ സാമ്പത്തിക പ്രശ്നത്തിന് പല ആളുകൾ ഒഴിഞ്ഞു മാറിയപ്പോഴും നമ്മൾ പിന്നെ എന്നിട്ട് നമ്മൾ പ്രൊജക്റ്റായി മുന്നോട്ട് പോയി തീർക്കാനുള്ള ശ്രമം നടത്തിയത്. അപ്പോൾ പുതുമുഖങ്ങളാകുമ്പോൾ തന്നെ നമ്മൾ വല്ലാതെ സ്ട്രെയിൻ ചെയ്യുകയും പിന്നെ ഇത് സിനിമ കാണുമ്പോഴും പിന്നെ ഏറ്റവും ബഡ്ജറ്റ് പറഞ്ഞ സിനിമയാണെന്ന് കണ്ടുകൊണ്ട് വേണം പ്രേക്ഷകർ ഇതിനെ കോംപ്രമൈസ് ചെയ്യാൻ. കാരണം ഇത്രയും ബഡ്ജറ്റ് ഒരു മലയാള സിനിമയിലുള്ള ഒരു പിന്നെ മിനറൽ വാട്ടർ വാങ്ങുന്ന ഒരു സംഖ്യ മാത്രമേ ഈ സിനിമയ്ക്ക്. അല്ല, ഞാനത് അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചത്. കാരണം എന്താ വെച്ചാൽ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ, അതേപോലെ എനിക്ക് തോന്നുന്നു ദുൽഖർ സൽമാൻ, ദിലീപ് എന്നീ താരനിരകൾ ഉള്ള ഒരു വലിയ സിനിമയ്ക്ക് പ്രൊഡക്ഷൻ സൈഡിലെ ഒരു ഭാഗമായിട്ടുള്ള വെള്ളം അല്ലെ, മിനറൽ വാട്ടർ മാത്രം ആ സിനിമയിലേക്ക് വാങ്ങുന്ന ബഡ്ജറ്റ് ആവുന്നേ ഉള്ളൂ ഈ ഒരു സിനിമ. ഈ ഒരു സിനിമ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് പോസ്റ്റ് പ്രൊഡക്ഷനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നു? പക്ഷെ ഞാൻ പ്രൊഡക്ഷന്റെ പണ്ട് കാലത്ത് എക്സിക്യൂട്ടീവിന്റെ കൂടെ വർക്ക് ചെയ്തതിനോട് സിനിമയിലുള്ള പിന്നെ പ്രൊഡക്ഷൻ രീതികളും കാര്യങ്ങളും എനിക്ക് പിന്നെ കുറച്ച് പഠിച്ചുകൊണ്ട് നടക്കുന്ന ആൾ തന്നെയായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലുള്ള പിന്നെ ഏത് ചൂഷണവും എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ പ്രോത്സാഹനവും മനസ്സിലാക്കാൻ കഴിയും. അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇത്രയും കുറഞ്ഞ ബഡ്ജറ്റിൽ
പൂർത്തീകരിച്ച്. ഈ പുതുമുഖ താരങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ ഇതിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? അതൊരു ക്യാമ്പ് ആയിരുന്നോ, അല്ലെങ്കിൽ അവർക്കൊരു ഓഡീഷൻ ഉണ്ടായിരുന്നോ, എങ്ങനെയായിരുന്നു? നമ്മള് പുതുമുഖങ്ങൾ പറഞ്ഞാൽ ഈ സാഹചര്യത്തിൽ നമ്മൾ ആ സിനിമ പൂർത്തീകരിക്കാൻ മാത്രമേ ഈ പടം ഉദ്ദേശിച്ചുള്ളൂ. ഈ സമയത്ത് ചില കോവിഡ് അധികരിച്ചു വരികയാണ്, ആകെ പ്രയാസമായിരുന്നു. നാളെ സിനിമ നിൽക്കും, അല്ലെ മറ്റന്നാൾ ഇത് നടക്കൂല, ഏത് സമയം പാക്കപ്പ് ചെയ്ത് നിർത്തേണ്ട ഒരു ഗതികളിൽ ഈ സിനിമ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് ഈ സിനിമ പൂർത്തീകരിച്ച് വേഗം ഫസ്റ്റ് കോപ്പി ആക്കാനുള്ള ഉദ്ദേശത്തോടെ ചെയ്തുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ആർട്ടിസ്റ്റുകളെ പെട്ടെന്ന് ചെയ്തു. നമ്മൾ 2-3 ദിവസം ക്യാമ്പ് ചെയ്ത് ഈ നടന്മാരെ കൊണ്ട് പിന്നെ ക്യാമ്പിലൂടെ നമ്മൾ ആക്ടിങ് പിന്നെ കോഴ്സൊക്കെ ചെയ്തുകൊണ്ടാണ് ചെയ്തത്. പിന്നെ നമ്മുടെ ഇല്ലിക്കട്ട് നമ്പൂരി, പിന്നെ വിനോദ്, വില്ലൻ വിനോദ്, പിന്നെ അതേപോലെ തന്നെ ജയരാജേട്ടൻ, മലയാള സിനിമകളില് മലയാള സിനിമാ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതമായിട്ടുള്ള മുഖങ്ങളാണ് ഇവര് 3 പേരുടെ. ശരിക്കും പറയുകയാണെങ്കിൽ ജയരാജേട്ടനൊക്കെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി ഇരുത്തിയാൽ അദ്ദേഹം അതുമായിട്ട് താരതമ്യം ചെയ്ത് അതുമായിട്ട് പൊരുത്തപ്പെട്ടു. അതേപോലെ തന്നെ വില്ലൻ വിനോദ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ വില്ലൻ വിനോദിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഏതായിരിക്കും ആ വിനോദ്. മറ്റു ആരുമല്ല, നാടുവാഴികൾ എന്ന സിനിമയില് നമ്മളെ മധുസാറിന്റെ, അതെ, മധുസാറിന്റെ മുഖത്തേക്ക് തോക്ക് ചൂണ്ടിയിട്ട് മധുസാർ പറയുന്നുണ്ട് വെക്കടാ വെടി. ആ സിനിമയിലുള്ള ആ വില്ലൻ വിനോദാണ് ഈ സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ വിനോദേട്ടന്റെ സിനിമ ജീവിതത്തിലേക്ക് വെച്ച് നോക്കുമ്പോൾ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രം തന്നെയായിരിക്കും. നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങളുടെ സിനിമ നാളെ റിലീസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് വിനോദേട്ടന് പറയാനുള്ളത്? വീണ്ടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല്, ഈ സിനിമ കോവിഡ് സാഹചര്യത്തിൽ പ്രതിസന്ധിയിൽ വന്ന സിനിമയാണ്. ഇത് കോംപ്രമൈസ് ചെയ്ത് കാണണം. മലയാള സിനിമയിലേക്ക് ഒരു ചലനങ്ങൾ സൃഷ്ടിക്കാൻ പല നിർമ്മാതാക്കളെയും ചിന്തിപ്പിക്കാനുള്ള ഒരു സിനിമയായിട്ട് ഇത് മാറണം. December 23-ന് യൂണിറ്റി cinema.in ഇത് റിലീസാണ്. എല്ലാവരും കണ്ട് ഇത് പ്രോത്സാഹിപ്പിക്കണം. നമ്മളിപ്പോഴും പറയുന്നത് എന്താ വെച്ചാൽ, ബിഗ് ബഡ്ജറ്റ് സിനിമ ചെയ്യാം, നമ്മൾ പ്രൊഡ്യൂസർമാരെ പരിഗണിക്കണം എപ്പോഴും സിനിമയിൽ നല്ലൊരു കൺസെപ്റ്റാണ് നമുക്ക് എപ്പോഴും ഉള്ളത്. അവരെ സംരക്ഷിച്ചുകൊണ്ട് പോയാൽ മാത്രമേ മലയാള സിനിമ നിലനിൽക്കുള്ളൂ. ഈ കൺസെപ്റ്റ് എല്ലാ സിനിമാക്കാരും കൊണ്ടു നടക്കാനുള്ള ഒരു അഭ്യർത്ഥന തന്നെയാണ് നമുക്കുള്ളത്, സിനിമാ മേഖല രക്ഷിക്കാൻ. അതെ, മറ്റൊന്നും പറയാനുള്ളത് നമ്മുടെ പ്രേക്ഷകരോട്, കാരണം ഈ ഒരു സിനിമ ശരിക്കും പറയാൻ ഒരു കാലിക പ്രസക്തിയുള്ള ഒരു സിനിമയാണ്. വളരെ ലോ ബഡ്ജറ്റില് വിനോദേട്ടൻ ഒരുക്കിയിട്ടുള്ള, വിനോദേട്ടന്റെ കൂടെയുള്ള കൂട്ടായ്മകൾ ഒരുക്കിയിട്ടുള്ള ഒരു നല്ല സിനിമ. മസ്റ്റായിട്ട് നിങ്ങൾ ആ OTT യൂണിറ്റി cinema.in എന്ന് പറയുന്ന ആ OTT പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ കാണുക. നല്ലൊരു സിനിമയായിരിക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് മറ്റൊരു അതിഥിയുമായി ഞാൻ വീണ്ടും വരും. നമസ്കാരം.